പുതിയ വീട്ടിലേക്ക് മാറുന്നതിൻ്റെ ത്രില്ലിലാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ നമുക്ക് കുറച്ച് അടുക്കള പരമായിട്ടുള്ള സംഭവങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് കൊച്ചി വരെ പോകാനുണ്ട്. ഞാനും ചേച്ചിയും ഭാഗ്യനും ശ്രീകുട്ടനൊക്കെ ആയിട്ടാണ് പോണത്. അതിനേക്കാളും മുന്നേ കുറച്ച് രക്ഷാപ്രവർത്തനങ്ങൾ കൂടി ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ശ്രീയാണ് കേട്ടോ. മീനെ പിടിക്കാൻ കൊണ്ടുവച്ച വലയാണ്. അതിൽ കിളിയാണ് പെടുന്നത്. ഇന്നാള് 4 പെട്ടുണ്ടായിരുന്നു. ഇന്നത് ഇപ്പോൾ 1 പെട്ടത്. ഒന്ന് രക്ഷിക്കാൻ ഓട്ടെ കൂടെ അങ്ങോട്ട് പുറത്തേക്ക് വാറ്റ കിളിയേ. എവിടേക്കാ പോണു? വൈറ്റിലാ. ആ അവിടേക്ക് പോവാണ്. കയ്യിലൊരു സാധനം ഉണ്ട് കണ്ട, രക്ഷാപ്രവർത്തനം. വാഴക്കോല വെട്ടിപ്പ് കിട്ടിയത് അത്ര ചേട്ടന്മാർക്ക്. വൈകുന്നേരം അവിടെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ശ്രീകുട്ടൻ ഭയങ്കര കരച്ചില്. അത് അതിന്റെ അമ്മേനെ അന്വേഷിക്കുന്നുണ്ടാവും. അതിന്റെ അണ്ണറക്കണ്ണൻ. അപ്പൊ നമുക്ക് പോകുന്ന വഴിക്ക് ആളുടെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് വേണം പോവാൻ വേണ്ടിട്ടേ. അപ്പൊ പോവാ ശ്രീകുട്ടാ. ചേച്ചിമ്മേനെ എടുക്കണം. ആക്ച്വലി നമ്മൾ പോകുന്നത് നമ്മുടെ പുതിയ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ പോണ വഴിക്ക് ചേച്ചിമ്മേനെ കൂടി കൂട്ടിയിട്ട് വേണം പോണെങ്കിൽ. അപ്പൊ നമുക്ക് പോയാലോ. അങ്ങനെ ശ്രീകുട്ടന്റെ കയ്യിലിരിക്കുന്ന അണ്ണാങ്കുഞ്ഞിനെ നമ്മൾ അതിന്റെ അമ്മേരെ അടുത്ത് ഏൽപ്പിക്കാൻ പോവാണ് കേട്ടോ. അമ്മ വരുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ശ്രീകുട്ടന്റെ കയ്യിൽ ഈ ഒരു അണ്ണാങ്കുഞ്ഞാണുള്ളത് കേട്ടോ. ശ്രീകുട്ടൻ ഭയങ്കര കരച്ചിലായിരുന്നു ഇന്നലെ തൊട്ട്. അതിന്റെ അമ്മേനെ അന്വേഷിക്കുന്നുണ്ടാവും, അതിന്റെ അമ്മ കരയുണ്ടാവും. ഇതിന്റെ കൂടെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു അത്ര. അത് കയറിപ്പോയിന്ന്. ഇതിന് കയറി പോകാൻ പറ്റാത്ത കാരണം ചേട്ടന്മാർ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. അപ്പം ഞാൻ പാലൊക്കെ കൊടുത്ത ആളെ ഉഷാറാക്കി അമ്മയുടെ അടുത്ത് തിരിച്ച് ഏൽപ്പിക്കുകയാണ്. നമ്മുടെ വീട്ടിലും മണിയൊന്നുള്ള കാരണം കൊണ്ട് ഇത് സേഫ് അല്ലേ. അപ്പം അങ്ങനെ കൊണ്ടുപോയിട്ട് അമ്മ പിന്നെ നമുക്ക് വീട്ടിൽ പോവാം. ചേച്ചി അവിടെ കാത്തിരിക്കണ്ട. ഇവിടെ ചേച്ചി മാത്രമേ ഉള്ളൂ. അടുക്കള കാര്യങ്ങൾ ചേച്ചിയിലെ തീരുമാനിക്കുന്നുണ്ട്. അപ്പൊ ചേച്ചിയും ഭാഗ്യനും ഞാനും കൂടി പോവാം. ശ്രീകുട്ടൻ പോരുന്നുണ്ട്. ശ്രീകുട്ടൻ അവിടെ നിന്ന് ഒരിക്കലൊക്കെയാണ് കൊണ്ടുവന്ന് പോവാം. നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തീരുമാനമാക്കട്ടെ. പോണ വഴിക്ക് ഭാഗ്യ വിശേഷങ്ങൾ പറയാം. യാത്രകൾ എത്ര വലുതും ചെറുതുമാവട്ടെ, യാത്ര അയക്കാൻ എല്ലാവരും ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ മഴയത്താണ് കൊച്ചിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. എങ്കിലും വളരെ സന്തോഷകരമായ ഒരു യാത്ര പങ്കുവെച്ച് എല്ലാവരോടൊപ്പം നമ്മൾ എത്തിച്ചേരിക്കുന്നത് ഗ്ലന്നിലാണ് കേട്ടോ. അടിപൊളിയായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു എക്സ്പീരിയൻസ് ഷോറായിട്ടാണ് അവരവിടെ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. സാബുവേട്ടൻ നമുക്ക് വളരെ വിശദമായ രീതിയിൽ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആവും കേട്ടോ. ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിതാ വീണ്ടും എത്തിയിരിക്കുന്നത് കൊച്ചിയിൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഗ്ലന്നിൻ്റെ ഷോറൂമിലാണ് കേട്ടോ. ഞാൻ ചേച്ചിയുടെ കൂടെ വന്നിരിക്കുന്നത് നമ്മുടെ പുതിയ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ചിമ്മിനിയും അതുപോലെ തന്നെ ഹോബും ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വീട്ടിൽ 2 വർഷത്തോളം നമ്മൾ ഉപയോഗിച്ച് വിശ്വസ്തത കൈ നേടിയ നമ്മുടെ ഗ്ലന്നിൻ്റെ ഷോറൂം പുതിയതായിട്ട് ഇതാ നമ്മുടെ കൊച്ചിയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓണം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശ്രീ ഒന്ന് വരൂ, നമ്മുടെ പുതിയ ഷോറൂമിനെ നിങ്ങളിലേക്ക് എത്തിക്കൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തിരസ്കരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഓടി വന്നു. അപ്പോൾ ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള 1-2 പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുകയും ചെയ്യണം, ഈ ഷോറൂം നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യണം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്ലന്നിൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ. നിങ്ങൾ എൻ്റെ കിച്ചണിൽ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ടാവും. ഞാനിങ്ങനെ വീശി ഉണർത്തുന്ന എൻ്റെ ചിമ്മിനി, അതുപോലെ തന്നെ എപ്പോഴും 24 hours എന്ന് പറഞ്ഞ പോലെ വർക്കിംഗ് ആയിട്ടുള്ള നമ്മുടെ ഹോബ് കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഗ്ലന്നിൻ്റെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം എൻ്റെ വീട്ടിൽ സത്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എല്ലാത്തിലും ഉപരി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഓവനിലേക്ക്. ഞാൻ വിചാരിച്ചിരുന്നത് ജീവിതത്തിൽ അതിനെക്കൂടെ വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല എന്നാണ്. അവിടെ മേടിച്ചു കൊണ്ടൊക്കെപ്പോൾ ഒരു ഭംഗിക്ക് മേടിച്ചു കൊണ്ടുവച്ചതാണ്. പക്ഷേ സത്യം പറയാമല്ലോ, എനിക്ക് കറണ്ട് ഇല്ലാത്ത സമയങ്ങളിൽ ഞാൻ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത്, ഏറ്റവും അധികം മിസ് ചെയ്യുന്നത് എൻ്റെ ഓവനെയാണ് കേട്ടോ. നമ്മൾക്ക് ഭക്ഷണങ്ങൾ ചൂടോടെ കൂടെ കഴിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഭക്ഷണമൊന്ന് ചൂടോടെ കൂടി സെർവ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു കൂട്ടുകാരനെ പോലെ ആൾ കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ ആ വക ഐറ്റംസൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലന്നിലേക്ക് വന്നിരിക്കുന്നത്. പതിവ് പോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നമുക്ക് അത് നല്ലതാണെന്ന് തോന്നിയാൽ നമ്മൾ വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യുമല്ലോ. അപ്പോൾ ചേച്ചിയും പറഞ്ഞായിരുന്നു നമുക്ക് എന്തായാലും ഗ്ലൻ എന്ന ഓപ്ഷനിലേക്ക് പോകാമെന്നുള്ള കാര്യം. പിന്നെ നിങ്ങൾ ഒരുപാട് പേരായി എന്നോട് ചോദിക്കുന്നു, ശ്രീ എങ്ങനെയാണ് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് അതിൻ്റെ റിവ്യൂ പറയുന്നത്. അപ്പോൾ പുതിയതായിട്ട് നമ്മൾ വെണ്ണലയിൽ പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് തിരുവല്ലയിലും അങ്കമാലിയിലും ഷോപ്പുണ്ട്. അപ്പോൾ പരാതി ഉണ്ടായിരുന്നു കൊച്ചിയിൽ ഒരു ഷോപ്പില്ല എന്നുള്ള കാര്യം. അത് അവരിവിടെ നമ്മുടെ പരാതിയൊക്കെ തീർത്ത് തന്നിരിക്കുകയാണ് കേട്ടോ. മാത്രമല്ല നമുക്ക് ഓണത്തിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ 25ാം വാർഷികമോ മറ്റോ ഉണ്ട്. പക്ഷെ അതിന് ആധികാരികമായിട്ട് പറയണമെങ്കിൽ നമുക്ക് സാബുവേട്ടനെ വിളിക്കണം. അപ്പോൾ നമുക്ക് സാബുവേട്ടനെ പതുക്കെ വിളിച്ചു നോക്കാം. ഇവിടെ ചേട്ടന്മാരെല്ലാവരും ഉണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഇവിടുത്തെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമസ്കാരം സാബുവേട്ടൻ. കുറെ നാളായി നമ്മൾ കണ്ടിട്ടില്ലേ. അന്നാണ് നമ്മുടെ എല്ലാ വ്ളോഗിലും ഗ്ലന്നിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു മുഖമാണ് സാബുവേട്ടൻ്റെ മുഖം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. നമ്മുടെ പുതിയ ഷോറൂമിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം.
നമ്മളിപ്പോ ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് വെണ്ണലയാണ് സ്ഥലം. ഹോളിഡൻ ഹോട്ടലിന്റെ തൊട്ടടുത്തായിട്ടാണ് വരിക. കൊച്ചിയിൽ നമുക്കൊരു ഷോറൂം, ഒരു വലിയ ഷോറൂം ഇല്ല എന്നുള്ളതായിരുന്നു ഇത്. ഇവിടെ നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഒരു 2 months ആയുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. കമ്പനിയുടെ ഓൺ ആയിട്ടുള്ള സ്റ്റോർ തന്നെയാണ്, നമ്മൾ എല്ലായിടത്തും പോലെ ഓൺ സ്റ്റോർ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ മറ്റുള്ള അപേക്ഷിച്ച് എല്ലാ തരത്തിലുള്ള നമ്മുടെ ഹൈ എൻഡ് സീരീസ് എല്ലാം ഇവിടെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എല്ലാം അതുകൊണ്ട് അല്ലേ. ഓക്കെ, നമുക്കിപ്പോൾ ഓണത്തിന്റെ ഓഫറും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ എന്നോട് 25th ആനിവേഴ്സറിയുടെ നമ്മുടെ കമ്പനിയുടെ 25ാമത്തെ വാർഷികമാണ് നമ്മളിപ്പോൾ ആഘോഷിക്കുന്നത്, സിൽവർ ജൂബിലി. അപ്പോൾ കമ്പനി അതിനനുസരിച്ചുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 25 കോമ്പോസ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ എങ്ങനെ ഓൺലൈനിൽ നോക്കിയാലും അതിനേക്കാളൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് കുറഞ്ഞു വരുന്ന ഒരുപാട് വ്യത്യാസമുള്ളത് വിത്ത് ഗിഫ്റ്റുകളായിട്ടാണ് നമ്മൾ കമ്പനി ആഡ് ചെയ്തിരിക്കുന്നത്. അത് ഏറ്റവും ലോവർ സെഗ്മെൻറ്റ് തൊട്ട് ഏറ്റവും ഹയർ സെഗ്മെൻറ്റ് എല്ലാ പ്രൊഡക്ട്സും നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതായത് 10,995 വരുന്ന കോംബോ തുടങ്ങി 75,000 വരെയുള്ള കോമ്പോസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സെഗ്മെന്റിലും എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ള രീതിയിൽ എല്ലാ സെഗ്മെന്റിലും നമ്മൾ കോമ്പോസ് ചെയ്തിട്ടുണ്ട്. ഹൈ എൻഡ് വരെയുള്ള ആൾക്കാർക്ക് നമുക്ക് ചെയ്യാന്നുള്ള രീതിയിലാണ് കേട്ടോ. നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹോബ് ഉണ്ട്. ചിമ്മിനി ഹോബ് ഇതിലാണ് വരുന്നത്. പിന്നെ നമ്മുടെ ബിൽറ്റിൻ ആയിട്ടുള്ള ഓവൻസ്, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഓവനില്ലേ അതേപോലത്തെ ഓവൻ, അതേപോലെ തന്നെ ബേക്കിംഗ് ഓവൻസ്, കുക്കിംഗ് റേഞ്ച്, ഐലൻഡ് ചിമ്മിനീസ്, എല്ലാം നമ്മുടെ കിച്ചൺ അപ്ലയൻസ് എല്ലാം നമ്മൾ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് പ്രോഡക്ട്സ് ആണ്. നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്, ഓൺ മാനുഫാക്ചറിങ് ബ്രാൻഡും കൂടിയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതിൽ തുടങ്ങാം. അപ്പോൾ നോർമലി നമ്മൾ 60 സെൻറ്റിമീറ്ററിലാണ് ചിമ്മിനി സ്റ്റാർട്ട് ചെയ്യുക. 60 ഉണ്ടാവും, 76, 90, അങ്ങനെ 3 സൈസ് കാറ്റഗറിയിലുണ്ട്. അതിൽ തന്നെ എല്ലാം ഓട്ടോ ക്ലീൻ സെഗ്മെൻറ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. ഓട്ടോ ക്ലീൻ അല്ലാത്ത നോർമൽ മോഡൽസ് ഉണ്ട്. ഈ സെഗ്മെൻറ്റിലൊക്കെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 60 സെൻറ്റിമീറ്ററിൻ്റെ ഓട്ടോ ക്ലീൻ വരുന്ന ചിമ്മിനി. അത് നമുക്ക് ടച്ച് സെൻസറും ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് വേവ് ചെയ്തും അതിൻ്റെ വർക്ക് ചെയ്യിക്കാൻ പറ്റും. 3 സ്പീഡാണ് വരിക. 1200 സെക്ഷൻ ഉണ്ടാവും. ഫിൽറ്റർലെസ് ഓട്ടോ ക്ലീൻ സീരീസിൽ വരുന്നതാണ്. അതും നമ്മുടെ 60 സെൻറ്റിമീറ്റർ കോംബോവും കൂടി നമുക്ക് 22,000 രൂപ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓട്ടോ ക്ലീൻ അല്ലാത്ത പിരമിഡ് ടൈപ്പ് ചിമ്മിനിയും അതേപോലെ ഒരു 3 ബർണറിന്റെ കുക്ക് ടോപ്പും കൂടിയിട്ടാണ് അതിന്റെ ഓഫറിൽ വരിക. അതായത് 10,995. ഇവിടെ 3 ബർണറിന്റെ, അതുപോലെ തന്നെ കുറെ മെറ്റൽ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കത് ചേട്ടൻ പറഞ്ഞിരുന്നു കേട്ടാ, ഞാൻ പറഞ്ഞിരുന്നേക്കാൾ നന്നായിട്ട്. നമ്മള് വീട്ടിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഫുൾ ബ്രാസ് സീരീസിലുള്ള 3 ബർണറിന്റെ ആണ് ഇത് വരുന്നത്. നോർമലി ഇപ്പൊ എല്ലാവരും എല്ലാ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന ഫുൾ ബ്രാസ് സീരീസ് ആണെന്ന്. ഹീറ്റ് കൂടുതലുണ്ടാവും, അതേപോലെ തന്നെ നമുക്ക് ലാസ്റ്റിങ്ങും കൂടുതലുണ്ടാവും. അതാണ് ഇതിന്റെ ബെനിഫിറ്റ് വരിക. നോർമൽ മോഡലിൽ നമുക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബേസ്, സ്പ്രെഡറിൻ്റെ ബേസ് വരുന്നത് അലോയി ആയിരിക്കും വരിക. ഇതിൽ നമുക്ക് കംപ്ലീറ്റ് ബ്രാസ് ആയിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ പാൻ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കാസ്റ്റ് അയൺ പാൻ സപ്പോർട്ട് ആയിരിക്കും, ഹെവി ആയിട്ടുള്ള പാൻ സപ്പോർട്ടുകളായിരിക്കും വരിക. ഇതാണ് നമ്മുടെ ഫുൾ ബ്രാസ് സീരീസ് എന്ന് പറഞ്ഞ വരിക. നോർമലി ഇതാണ് ബർണർ, ഇത് സ്പ്രെഡറാണ്. സാധാരണ ഈ പാർട്ട് മാത്രമാണ് നമുക്ക് എല്ലാത്തിലും അലോയി വരിക. അലോയി വരുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഹീറ്റ് റീപ്രൊഡ്യൂസ് ചെയ്യില്ല. നമ്മൾ കൊടുക്കുന്ന അതിനനുസരിച്ചുള്ളത് ഫ്ലെയിമായിട്ട് വരുന്നു. റീപ്രൊഡ്യൂസ് ചെയ്ത് ഹീറ്റ് വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് ഗ്യാസിൻ്റെ കൺസപ്ഷൻ കുറയും, ടൈം കുറഞ്ഞ് കിട്ടും. അങ്ങനെ നമുക്ക് ഗ്യാസ് സേവിങ് ഉണ്ടാവും. അതാണ് ശരിക്കും നമുക്ക് ഫുൾ ബ്രാസ് എന്നുള്ളതിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സേവിങ്സ് ആണ്. അതേപോലെ തന്നെ ലാസ്റ്റിങ്, ഡ്യൂറബിലിറ്റി കൂടുതലാണ് അതിന് വരിക. ഇതിന് ബെൻഡിങ്ങോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വരുന്നില്ല. പക്ഷെ ഇതിനെ അപേക്ഷിച്ചിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇതിൽ വരിക. ഹീറ്റ് നിൽക്കണ ഇതിൽ നമ്മൾ നോർമലി ഇതിപ്പോൾ സ്പ്രെഡർ വരുന്ന അലോയി ആണ്. ശരിക്കും അലുമിനിയത്തിൻ്റെ ഒരു മിക്സ് ആയിട്ടുള്ള അലോയി ആണ് വരുന്നത്. ഇതിൽ ശരിക്കും ഫുള്ള് ബ്രാസ് ആണ് വരിക. നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ഇതിലേക്ക് വന്നിട്ട് ആ ഹീറ്റിനെ ബ്രാസ് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്ത് വരും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇപ്പോൾ ഇതിൽ നമ്മൾ നോർമലി ഒരു സെയിം അളവിലുള്ള സാധനങ്ങൾ വെച്ചാൽ ഇതിലൊരു അപ്രോക്സിമേറ്റ് ഒരു 10 മിനിറ്റ് എടുക്കണമെങ്കിൽ ഇത് ഒരു 8 to 7 മിനിറ്റ്സിലേക്ക് അത് കുറഞ്ഞു കിട്ടും. സേവിങ് ടൈമാണ്. അപ്പോൾ അത്രയും നമ്മൾ കുറച്ച് ഗ്യാസ് യൂസ് ചെയ്താൽ മതി. സേവിങ്സ് അങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 15 വർഷം മോട്ടോർ വാറണ്ടിയിൽ വരുന്നത്. ഇതിന് സെക്ഷൻ എന്ന് പറഞ്ഞാൽ 1500 സെക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ നോർമൽ മോട്ടറിന് 15 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയും എൻ്റെ പ്രൊഡക്റ്റിന് 2 ഇയർ വാറണ്ടിയാണ് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ മോഡൽസിലും ടച്ചും ഉണ്ട്, മോഷനും ഉണ്ട്. ഇതിൽ നമ്മൾ വിത്ത് റിമോട്ട് കൺട്രോളും കൂടിയാണ് വരുന്നത്. നമുക്ക് റിമോട്ടിൽ ഇത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഇതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഫിൽറ്റർലെസ് ഹീറ്റ് ഓട്ടോ ക്ലീൻ ആണ്. 15 വർഷത്തെ മോട്ടോർ വാറണ്ടിയും 2 ഇയർ പ്രൊഡക്റ്റിന് ഫുൾ വാറണ്ടി ഉണ്ടാവും. ഇത് ടോട്ടൽ പ്രൊഡക്റ്റിന്റെ വാറണ്ടി 2 ഇയർ ആണ്. ഗ്ലാസിന് 5 വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടിയിലേക്കാണ്. നമുക്ക് ശരിക്കും ബ്രേക്കേജ് വരുന്ന ഇപ്പോൾ ഏതൊരു കമ്പനിയായാലും നമുക്ക് വാറണ്ടി കൂടുതൽ കൊടുക്കുമ്പോൾ അതിനുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് കമ്പനി 5 വർഷം റീപ്ലേസ്മെന്റ് പറയുന്നത് തന്നെ. അപ്പോൾ ഇതിൽ നമ്മൾ കറക്റ്റ് കട്ടിങ് ഡൈമെൻഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരിക്കലും ഗ്ലാസിന്
ബ്രേക്കേജ് വരുന്നില്ല. നമ്മളിപ്പോൾ ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ ഇതിലുള്ള സാധനങ്ങൾ മുകളിലോട്ട് വീണാലും പൊട്ടില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ എടുത്തു വയ്ക്കുമ്പോൾ വീട്ടിൽ ഹാൻഡിൽ ചെയ്യുന്ന ടൈമിൽ സൈഡിലൊക്കെ എന്തെങ്കിലും തട്ടുവോ അങ്ങനെയൊക്കെ വന്നാലും ചിലപ്പോൾ പൊട്ടുക. പക്ഷെ നോർമൽ കേസുകളൊക്കെ നമ്മുടെ കമ്പനി അതൊക്കെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഇത് അങ്ങനെ റെയർ കേസിലാണ് നമുക്ക് ഇതുവരെ ഗ്ലാസ് ബ്രേക്കേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. അഥവാ പൊട്ടിയാലും നമ്മളത് മാറ്റി കൊടുക്കും. തീർച്ചയായിട്ടും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ഉരുളി, അതേപോലെ ബിരിയാണി പോട്ട് അങ്ങനെ അത് വെക്കുമ്പോൾ ഈസി ആയിട്ട് കുക്ക് ചെയ്യാം. അതായത് നമ്മൾ സെന്ററിൽ ഒരു വലിയ ഫ്ലെയിം ഉണ്ടാവും. ഇതിന് ഇങ്ങനെയൊരു സംഭവം ഉണ്ടല്ലേ? ട്രിപ്പിൾ റിംഗ് ബർണറാണ് നമ്മളിൽ നിന്നൊക്കെ എത്ര അപ്ഡേറ്റഡ് ആയിരിക്കും. ഓക്കെ, കണ്ടോ, ഇത് നമ്മള് വീട്ടിലുള്ളതിൽ ഇങ്ങനത്തെ 2 ബർണർ, ഇങ്ങനത്തെ 2 ബർണറാണ് ഓൾറെഡി ഉള്ളത്. ഇതിൽ വരുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്രിപ്പിൾ റിംഗ് ബർണർ എന്നാണ് പറയാ. ഡ്യുവൽ ജെറ്റ് ആയിരിക്കും വരുന്നത്. ഇതില് വലിയ ബർണർ ആയിരിക്കും. ഇപ്പൊ നല്ല ഹെവി, ഭയങ്കര ഹെവി ആയിട്ടുള്ളതാണ് ഇത് വരാം. ഇതില് 2 ജെറ്റ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കസ്റ്റമർ റിവ്യൂ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വെച്ചാൽ ഇത് നോർമലി നമ്മള് സിമ്മിലോട്ടിട്ട് യൂസ് ചെയ്യുമ്പോ, ഇപ്പൊ നമ്മള് സാധാരണ കുക്കറൊക്കെ വെച്ച് വെക്കില്ലേ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് വിസിൽ വന്നു കഴിഞ്ഞാൽ അതിനെ നേരെ സിമ്മിലേക്ക് ഇടാം. ഇത് അതിൻ്റെ സിമ്മിൽ വരുന്നതിനൊക്കെ ഏറ്റവും ഒരു ലോവർ ഫ്ലെയിമിലാണ് വരിക. അതായത് കറക്റ്റ് കുക്കറിൻ്റെ ഇതിന് ആപ്റ്റായിട്ടുള്ള ഫ്ലെയിം ആയിരിക്കും വരിക. ഓവറായിട്ട് നമുക്ക് ഗ്യാസ് പോവുകയില്ല, എന്നാൽ കറക്റ്റ് കുക്കിങ്ങിലേക്ക് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ വരിക. പിന്നെ നമ്മൾ വലിയ പാത്രങ്ങൾ വെക്കുമ്പോൾ സാധാരണ നമ്മൾ ഔട്ടർ ഫ്ലെയിം മാത്രമാണെങ്കിൽ പുറത്തുനിന്ന് ചൂടായാണ് അകത്തേക്ക് പാത്രത്തിൻ്റെ അകത്തേക്ക് ചൂട് വരാം. ഇത് സെൻറ്ററിൽ ഒരു വലിയ ഫ്ലെയിം ഉണ്ടാവും, ഇന്നറിൽ തന്നെ ഒരു ചെറിയ ഫ്ലെയിം ഉണ്ടാവും, ഔട്ടറിൽ വലിയ ഫ്ലെയിം ഉണ്ടാവും. അങ്ങനെ 3 ലെയറിലാണ് അതിന്റെ ഫ്ലെയിം വരിക. ഇതില് സാബുചേട്ടൻ പറയുന്നത് ഇതിന്റെ ഉള്ളിൽ കൂടെ ഫ്ലെയിം വരും, ഇവിടത്തെ കൂടെ ഫ്ലെയിം വരും, ഇവിടെയും കൂടെ ഫ്ലെയിം വരും. ഇതിൽ വരുമ്പോ വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ആ ഒരു ബർണറിന് പകരം നോർമലി മീഡിയം ഒരു ബർണറാണ് വരുന്നത്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം ആണ്. ഇത് പക്ഷേ നമുക്ക് ടോപ്പ് ചെയ്ത് വെക്കാം. രണ്ട് രീതിയിൽ വെക്കാം. ഗ്രാനൈറ്റ് കട്ട് ചെയ്യാതെയും വെക്കാം. ഇപ്പൊ താല്പര്യം ഉണ്ടാവില്ല, അപ്പൊ അതിനനുസരിച്ചുള്ള മോഡലാണ് ഇപ്പൊ വരുന്നത്. ഐസ് മോഡലിൽ ബ്രാസ് ബർണറിൽ 73 അത്യാവശ്യം നമുക്ക് ഇപ്പൊ ഈ മോഡലിൽ വരുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 യൂസ് ചെയ്യുമ്പോൾ ഇവിടെ യൂസ് ചെയ്യാൻ കുറച്ച് കൺജസ്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. ആ ഒരു ഇതിനെ മാറ്റിയിട്ട് ആ സെയിം ഫീച്ചേഴ്സിൽ വരുന്ന മോഡലാണ് ഇത് വരിക. ചിലപ്പോൾ ഈ ഒരു അടുപ്പിൽ എന്തെങ്കിലും വെച്ചിട്ട് പിന്നെ അവിടെ വരുമ്പോൾ ഒരു ചെറിയ പാത്രമാണ് വെക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഇവിടെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവിടേക്ക് നമ്മൾ ഇത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. സോ ഇതിൽ ആ നമുക്ക് എല്ലാ കൺജഷനും മാറിയിട്ട് 73 അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് വരിക. അതേപോലെ തന്നെ വിഡ്ത്ത് 42 വരുന്നത്. കസ്റ്റമേഴ്സിന്റെ റിവ്യൂ നമ്മൾ ഒരുപാട് ഫോളോ ചെയ്യുന്നു. തീർച്ചയായിട്ടും നമ്മുടെ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ഡിമാൻഡ്സിനനുസരിച്ച് നമ്മുടെ മോഡലിൽ ഓരോ ചേഞ്ചസ് കൊണ്ടുവരുന്ന ഒരു കമ്പനിയാണ്. നമ്മുടെ ഏറ്റവും കൂടിയ മോഡലിൽ വരുന്ന മാറ്റ് ഫിനിഷ് വരുന്ന ഗ്ലാസ്സിലുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഈ ഗ്ലോസി ഗ്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഓയിലും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അതെപ്പോഴും നമ്മൾ വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ചെറിയൊരു പാടുണ്ടാവും. ഇതിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും. ഉണ്ടാവില്ല, സ്റ്റെയിൻ ആയിട്ട് നിൽക്കില്ല. പിന്നെ അതേപോലെ തന്നെ ഈ മോഡൽ വരുന്നത് വിത്ത് FFD ആണ്. അത് നമ്മുടെ സേഫ്റ്റി ഫീച്ചേഴ്സ് കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ പാലൊന്നും തിളച്ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിളച്ച് പോകും. തിളച്ച് പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഫ്ലെയിം ഗ്യാസ് കട്ടാവും. സേഫ്റ്റി ഫീച്ചറാണ് അത്. ഇപ്പം നമ്മളിതിൻ്റെ കൂടെ നിൽക്കുന്നില്ല, നമ്മൾ അടുത്തൊരു പരിപാടി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തിളച്ചാടി കഴിഞ്ഞാൽ നമ്മളത് ഓർത്തില്ലെങ്കിലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി കിടക്കും. പിന്നെ നമ്മൾ വന്നിട്ട് സ്വിച്ച് അതിൻ്റെ നോബ് ഓഫ് ചെയ്ത് ഓൺ ചെയ്താൽ മാത്രമാണ് അടുത്ത ഇതിലേക്ക് അത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഗ്യാസും പോവില്ല, ഗ്യാസ് കട്ടാവും. ഗ്യാസ് കട്ടാവും. അതാണ് സേഫാണ്. തിളച്ച് ചാടുമ്പോൾ മെറ്റലിലേക്ക് വെള്ളം വരുമ്പോൾ ഹീറ്റ് ഇരട്ടിയാവും. അപ്പോൾ അത് സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ തെർമൽ കട്ട് ഓഫും കൂടി വരുന്നുണ്ടായിരുന്നു. ഇതിന് നമുക്കൊരു ബോർഡറും കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറച്ചുകൂടി മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് തന്നെ പ്രീമിയം സെഗ്മെന്റിൽ വരുന്നതാണ്. ഇത് നമുക്ക് ഒരു 29,900 തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന മോഡൽസ് ഉണ്ട്. FFD ഇല്ലാത്തതിലാണ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ആ മോഡൽ നമ്മളിവിടെ ഇത് ചെയ്തിട്ടുണ്ട്, വിത്ത് FFD ചെയ്തിട്ടുണ്ട്. ആ മോഡലാണെങ്കിൽ നമുക്ക് FFD ഉണ്ടാവില്ല. സെയിം തന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളും വിത്തൗട്ട് FFD. ഇതിൽ നമുക്ക് വിത്ത് FFD വരുന്നു. ഇന്ത്യൻ മാനുഫാക്ചറിങ് ആയിട്ടുള്ള കമ്പനികൾക്ക് മിനിമം 10 ഇയർ എങ്കിലും സ്പെയർ ഗ്യാരണ്ടി വേണമെന്നാണ് നമ്മുടെ ലോ അനുസരിച്ച് പറയുന്നത്. അത് ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ ഉറപ്പായിട്ടും അത് എൻഷുർ ചെയ്ത് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ 25 വർഷമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ മാർക്കറ്റിൽ നിലനിന്ന് പോകണമെങ്കിൽ ഏറ്റവും മെയിനായിട്ട് നമ്മൾ സർവീസിലും കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് നമുക്ക് സെയിൽ വരുന്നുണ്ട്. മാർക്കറ്റിൽ നമ്മൾ സെയിലിനെ പോലെ തന്നെ സർവീസും ടേക്ക് കെയർ ചെയ്യുന്നു, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റും കൊണ്ടുവരുന്നു. അതിന് നമുക്ക് ഇപ്പം BLDC മോട്ടറിനൊക്കെ 12 വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് 1500 സെക്ഷനിൽ മാർക്കറ്റിൽ ഏറ്റവും കില്ലിംഗ് പ്രൈസിങ്ങിൽ 1500 സെക്ഷനിൽ
15 വർഷം മോട്ടോർ വാറണ്ടി, 2 ഇയർ ഫുൾ വാറണ്ടി ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. BLDC സെഗ്മെന്റിൽ 1200 സ്റ്റാർട്ട് ചെയ്യുന്നത് 18,000 തുടങ്ങിയാണ്. ഇതിപ്പോ നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നതാണോ? നമുക്ക് മാനുവലി സെലക്ട് ചെയ്യാം. നമുക്കിപ്പോ കമ്പനി സെലക്ട് ചെയ്യുന്ന കോംബോ കൂടാണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഇതിലേക്ക് മോഡലിലേക്ക് ചെയ്തിട്ട് നമ്മൾ കോംബോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനത്തെ ആവില്ല. ഇപ്പൊ നോർമൽ മോഡലുള്ള നമ്മൾ ആദ്യം കണ്ട പോലത്തെ മോഡലിലുള്ള ചിമ്മിനിയും അതേപോലത്തെ ഒരു പ്രീമിയം മോഡൽ, ഇതിന്റെ നമുക്ക് സ്പേസും അതിന്റെ ഒരു ലുക്ക് വൈസും ബെറ്റർ ആയിട്ട് ഒരുപാട് കസ്റ്റമൈസ് ഇതും അതിന്റെ കോംബോ നമുക്ക് സെലക്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഈസി ആയിട്ട് ഇപ്പൊ നമ്മുടെ പ്രീസെറ്റ് ആയി തരുന്ന കോംബോ കൂടാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കോംബോകളും നമ്മൾ ഓൺലൈനൊക്കെ ആയിട്ട് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ തന്നെയാണ് ഇപ്പോഴും കോട്ട് ചെയ്ത് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളിപ്പോ ഓൺലൈനിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കുറവുള്ള രീതിയിൽ നമ്മൾ ഷോറൂമിൽ നിന്ന് വന്ന് എടുക്കുമ്പോൾ കിട്ടുന്ന തിരുവല്ലയിൽ ഒരു ഷോപ്പ് ഉണ്ടല്ലോ. തിരുവല്ലയിലുണ്ട്, പിന്നെ അങ്കമാലിലുണ്ട്, തിരുവല്ലയിലുണ്ട്, നമ്മുടെ ചാനലിൽ തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് എടപ്പള്ളിയിൽ, ഇവിടെ അടുത്ത എടപ്പള്ളിയിൽ ഒരു ചെറിയ ഷോറൂം ഉണ്ട്. അതിനൊരു ചെറിയ സ്പേസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അടുത്ത് തന്നെ കമ്പനി ഡയറക്റ്റ് സ്റ്റോർ ഒരെണ്ണം ഇവിടെയും കൂടി ചെയ്തത്. ഇതിൽ നമ്മൾ എൻറ്റയർ ആയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഓവൻസ് ഉണ്ട്, അതേപോലെ എല്ലാം ഉണ്ട്. എല്ലാം കിട്ടും. 2 ഏരിയയിൽ സെക്ഷൻ ഉണ്ടാവും. ഡബിൾ ഡ്രാഫ്റ്റ് എന്നുള്ള സീരീസിലാണ് വന്നിരിക്കുന്നത്. സെയിം തന്നെ നമ്മുടെ ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെ. 2 ഏരിയ സെക്ഷൻ ഉണ്ടാവും. അടിപൊളിയായിട്ടുള്ള ഏരിയയിൽ സെക്ഷൻ വരുന്ന രീതിയിലാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതായാലും BLDC ആണ്, 1400 ആണ് സെക്ഷൻ വരിക. ഫിൽട്ടർലെസ്, ഹീറ്റ് ഓട്ടോ ക്ലീൻ, അതെല്ലാം കോമൺ ഫീച്ചേഴ്സ് ആണ്. നമ്മൾ ആ കണ്ടതിൽ ട്രിപ്പിൾ റിംഗ് പറഞ്ഞല്ലോ, അതിലൊരു മിനി ട്രിപ്പിൾ റിംഗ് കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും വരിക. സിംഗിൾ ജെറ്റ്, വലിയ ജെറ്റിൽ മിനി ട്രിപ്പിൾ റിംഗ് കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും വരിക. 2 മീഡിയം. അതിന്റെ ബർണേഴ്സിന്റെയും ഇപ്പൊ മോഡൽ വെച്ച് സൈസും വലുതാനനുസരിച്ച് ബർണറിന്റെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. MG സീരീസ് എന്നാണ് പറയാ. അത് മെറ്റാലിക് ഗോൾഡ് എന്നാണ് അതിന്റെ ഫുൾ ഫോമിൽ വരിക. മാറ്റ് ഫിനിഷിലാണ് വരിക. അപ്പൊ ഓൾമോസ്റ്റ് നമ്മുടെ ഹൈ റേഞ്ച് സീരീസിലേക്ക് വരുന്നതിലെല്ലാം മാറ്റ് ഫിനിഷ് ആണ് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് 90-ലുണ്ട്, 77-ലുണ്ട്. ശരിക്കും നമ്മൾ ഇപ്പൊ സെറ്റ് ചെയ്തിരിക്കുന്ന കോംബോ ഈ മോഡൽ ഉണ്ടല്ലോ, പ്രീമിയം ഇതില് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു 74,990 ആണ്. 75 ഏറ്റവും ഹൈ എൻഡ് സീരീസിലുള്ള സെറ്റ് ചെയ്തിരിക്കുന്നത്. 19,990 ആണ് അതിന്റെ ഓഫർ പ്രൈസ്. 19,999 അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും അല്ല, അതിനനുസരിച്ചിട്ട് ഹീറ്റിലും കാര്യങ്ങളും വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്കൊരു 4 ബർണറിലേക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഏറ്റവും ബെസ്റ്റ് പ്രൈസിംഗ് ആണ് ഓണത്തിന് നമ്മൾ ആഡ് ചെയ്തത്. ഗ്ലാസ്സിൽ മിറർ ഫിനിഷിൽ അവൈലബിൾ ആണ്. സ്ലിം ആണ്. ഇത് ശരിക്കും ഇതേപോലെ തന്നെ നല്ല ഹെവി വെയിറ്റ് ഉള്ള നമ്മുടെ സെയിം ഈക്വൽ ടു ഹോബിന്റെ ഇതിലാണ് വരുന്നത്. നമ്മളെ കണ്ടതിന്റെ സെയിം തന്നെ 4 ബർണറിന് വരുമ്പോൾ നമുക്ക് അതിന്റെ സൈസ് 90 സെന്റിമീറ്ററിലേക്ക് അതിന്റെ സൈസ് വരും, വലുപ്പത്തിൽ വരും. ഇത് ശരിക്കും നമുക്ക് ഇൻഡക്ഷൻ ഹോബാണ്. ഇപ്പൊ നമുക്ക് കൂടുതലും ചാനലിലൊക്കെ ഗൾഫുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ശരിക്കും ഇപ്പൊ നമ്മുടെ ഇവിടെ കോമൺ ആയിട്ട് തുടങ്ങി. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഇതിൻ്റെ ഒരു യൂണിറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ കാരണം ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഇങ്ങനെ, അതായത് ഒരു ഇലക്ട്രിക്കലി യൂസ് ചെയ്യുന്ന ഇൻഡക്ഷൻ ഹോബും ഗ്യാസ് ഹോബും കൂടി കമ്പൈൻ ചെയ്താണ് ഇപ്പോൾ വെക്കുക. ഇപ്പോൾ നമ്മൾ വീടുകളിൽ സോളാർ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവരും ഇത് മൗണ്ട് ചെയ്യുന്നുണ്ട്. ഇത് ഫുള്ള് കറണ്ട്, ഇത് ഗ്യാസ്, 2 സെപ്പറേറ്റ് ആണ്. പക്ഷെ നമ്മൾ രണ്ടും ഇപ്പോൾ സപ്പോസ് നമുക്ക് കറണ്ട് ഇല്ല, അവൈലബിലിറ്റി ഇല്ലെങ്കിൽ ഇത് ഗ്യാസിൽ നമുക്ക് നോർമലി ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ കോംബോ ആയിട്ട് തന്നെ സെറ്റ് ചെയ്ത് പോകും. ഇതിൽ ശരിക്കും നമ്മുടെ പക്ക ഇൻഡക്ഷൻ ബേസ് തന്നെയാണ് വരിക. ഇൻഡക്ഷൻ ബേസ് ആയിട്ടുള്ള എല്ലാ സ്റ്റീലിന്റെ എല്ലാ പാത്രങ്ങളും യൂസ് ചെയ്യാൻ പറ്റും. അതിന് കറക്റ്റ് ആയിട്ട് ഒരു 60-യുടെ ചിമ്മിനിയാണ് നമ്മളിവിടെ മാറ്റിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ സോളാർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അവിടെ ഒരു കിച്ചണിൽ വരുന്നത് ഇതാണ് ചെയ്യാം. ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ളത് അവനാണ് കേട്ടോ, അല്ല ഭാഗ്യ? ഏറ്റവും അധികം ഉപയോഗിക്കുക അവനാണ്. അത് വെറുതെ കുറച്ച് ചായ വെച്ചിട്ട് ചൂടാക്കാനാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ഓണാക്കി വെക്കും. അത്രയും കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും നമ്മളതിനെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഓവൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. OTG അടക്കമുണ്ട് അല്ലേ? നമ്മൾ ശരിക്കും വീട്ടിൽ യൂസ് ചെയ്യുന്നത് ഇതിൽ വരുന്ന മൈക്രോവേവ് ആണ്. അപ്പൊ നമ്മള് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞ പോലെ ഒരു ചായ ചൂടാക്കണമെങ്കിൽ ഒരു പാത്രം ചൂടായിരുന്ന ആ ഒരു എനർജി ജസ്റ്റ് ഒരു 30 സെക്കൻഡിന്റെ ഒരു റീസ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാം. നമ്മൾ എന്ത് പാത്രത്തിലാണോ സെർവ് ചെയ്യണത് അതിൽ നമുക്ക് വെച്ചിട്ട് ഈസി ആയിട്ട് റീഹീറ്റ് ചെയ്തെടുക്കാം. അതേപോലെ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് വിളമ്പിട്ട്, അതായത് നമ്മള് ചോറ് വിളമ്പി, കൂട്ടാൻ വിളമ്പി, എല്ലാ പ്ലേറ്റ് അടക്കം അതിൽ കൊണ്ടുവയ്ക്കുക, ഒരു 30 സെക്കൻഡ് വെക്കുക, എടുക്കുക, നല്ല ചൂട് ഫുഡ്. ഇല്ലെങ്കിൽ കൂട്ടാൻ മുഴുവൻ ചൂടാക്കാൻ നിൽക്കണം, ചോറ് ചൂടാക്കാൻ നിൽക്കണം, അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ എല്ലാ വീട്ടിലും അറ്റ്ലീസ്റ്റ് ഒരു നമുക്ക് കഴിവുണ്ടെങ്കിൽ ഒരു മൈക്രോവേവ് മേടിച്ച് വെക്കുന്നത് അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. നമ്മുടെ മൈക്രോവേവ് സെഗ്മെന്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ബിൽറ്റ് ഇൻ പ്രൊഡക്ട്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്.
നമ്മുടെ മൈക്രോവേവ് സെഗ്മെന്റിൽ തന്നെ നമുക്ക് ഒരു ഏറ്റവും മിനിമം നമുക്കൊരു 12 മോഡൽസ് ഇപ്പോൾ അവൈലബിൾ ആണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള. അത് ബ്ലാക്ക് ആയിട്ടുള്ള ഇതിൽ വരുന്നുണ്ട്, ഇതേപോലെ SS ഫിനിഷിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 ലിറ്റർ കപ്പാസിറ്റിയോടാണ് സ്റ്റാർട്ട് ചെയ്യുക. ബിൽറ്റിൻ സെഗ്മെൻറ്റെല്ലാം 25 ആണ്. 25, 35, 80 ലിറ്റേഴ്സ് വരെയുള്ള ബിൽറ്റിൻ ഓവൻസിലേക്കാണ് നമ്മുടെ മാക്സിമം കപ്പാസിറ്റി വരിക. ഇതിൽ നമുക്ക് വരുന്ന ഫങ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും കുക്ക് ചെയ്യാം, ഡീഫ്രോസ്റ്റ് ചെയ്യാം, റീഹീറ്റ് ചെയ്യാം, ഗ്രില്ല് ചെയ്യാം. ഇതിൽ നമ്മൾ ശരിക്കും കൺവെക്ഷന് വേണ്ടി ഗ്രിൽ ആൻഡ് കൺവെക്ഷന് വേണ്ടി മാത്രമാണ് ഇങ്ങനത്തെ മോഡൽസ് നമുക്ക്. അതെ അതെ, ഫുൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തെടുക്കണമെങ്കിൽ വിത്ത് മോട്ടർ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ സെഗ്മെന്റിൽ നമ്മൾ വരുന്നതിൽ നമുക്ക് ഗ്യാസ് ഓവനും കൂടി അവൈലബിൾ ആണ്. നോർമലി നമ്മുടെ ഇങ്ങനത്തെ മോഡൽസ് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിനും നമ്മൾ കാണാന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ ഓവൻസ് മാത്രമാണ്. നമ്മൾ സാധാരണ ഇപ്പം നമ്മൾ ഷവായി ചിക്കൻ കാര്യങ്ങളൊക്കെ അതിൻ്റെ പെർഫെക്ഷനിലൊക്കെ കിട്ടുന്നത് ഗ്യാസിലാണ്. നമുക്ക് മോണോപ്പൊളി ആയിട്ട് ഗ്യാസിൻ്റെ ഓവൻ മാത്രമായിട്ടുണ്ട് 80 ലിറ്റേഴ്സിൽ അവൈലബിൾ ആണ്. ഒരു മൈക്രോവേവ്, ഒരു ബിൽറ്റിൻ ഓവൻ, അല്ലെങ്കിൽ ഒരു മൈക്രോവേവ്, ഒരു ബിൽറ്റിൻ ഓവൻ, ഈ ഒരു കോമ്പോയിലാണ് നമ്മുടെ വീടുകളിൽ സെറ്റ് ചെയ്യണേ. സ്റ്റീം ഓവൻ വരെ നമുക്ക് ഇപ്പോൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് അവൈലബിൾ ആണ്. എല്ലാ സെഗ്മെന്റിലും ഉണ്ട്. നമ്മളിത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ വീട്ടിൽ? നോർമലി നമ്മുടെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഓൾ കേരള നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ വെയർഹൗസ് എല്ലാം വരുന്നത് അങ്കമാലിലാണ് കമ്പനിയുടെ. ഒരു മാക്സിമം നമ്മുടെ ടൈം പറയുന്നത് ഒരു 3 days ആണ്. ഇപ്പോൾ ചില റെയർ മോഡൽ നമുക്ക് സ്റ്റോക്ക് ഇല്ലെങ്കിൽ വിത്തിൻ 5 days നമുക്ക് അത് അറേഞ്ച് ചെയ്യാൻ പറ്റും. എല്ലാ മോഡലും നമ്മൾ വീട്ടിലെത്തി നമുക്ക് എല്ലാം വരുന്നത് ഓൺ സൈറ്റ് ഡെലിവറിയാണ്, ഹോം ഡെലിവറിയാണ് വരിക. നമ്മുടെ സൈറ്റിൽ തന്നെയാണ് നമ്മുടെ സർവീസും വരിക. അതേപോലെ തന്നെ നമ്മൾ ഓൾ കേരള എവിടെയായാലും നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കണം. നമുക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലും സർവീസ് സെന്റേഴ്സും ഉണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും സർവീസ് സെന്റർ അവൈലബിൾ ആണ്. നമുക്ക് ശരിക്കും നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സർവീസാണ്. നമ്മൾ സർവീസ് ഇല്ലെങ്കിൽ സെയിൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. സോ നമ്മൾ അതിൽ ഇപ്പോൾ നോർമൽ ടൈം നമ്മൾ പറയുന്നത് വെച്ചാൽ വിത്തിൻ 3 days ആണ്. അത് ഓൾമോസ്റ്റ് എല്ലാ കേസുകളും നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും റെയർ ആയിട്ടുള്ള സ്പെയർ ഇല്ലാതുണ്ടെങ്കിൽ മാക്സിമം ടൈം നമ്മൾ വരുന്നത് 7 days ആണ്. അതിനുള്ളിൽ നമ്മുടെ കമ്പനി സ്പെയർ എടുത്തിട്ട് നമ്മളത് ഫിനിഷ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് കുക്കിംഗ് റേഞ്ച് ആണ്. ഇത് ഫുള്ളി വർക്ക് ചെയ്യുന്നത് ഗ്യാസിലാണ്, കംപ്ലീറ്റ് ഗ്യാസിൽ വർക്ക് ചെയ്യുന്നത്. നമ്മൾക്ക് ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രിൽ ചേമ്പർ ഉണ്ട്, കൺവെക്ഷൻ ഉണ്ട്, 2 ചേമ്പറായിട്ട് വരാം. നോർമലി എല്ലാ ബ്രാൻഡുകളിൽ സിംഗിൾ ചേമ്പറിലാണ് വരാം. ഇതിൽ ഈ മോഡലിൽ ഇപ്പോൾ ഇത് വന്നിട്ട് ഇതിൽ നമുക്ക് മോട്ടറൈസ്ഡ് റോട്ടിസറി ഉള്ള മോഡലാണ്. ഇതിന് പിന്നെ നമ്മൾ ഈ 2 കമ്പാർട്ട്മെന്റിലും വിത്ത് FFD സേഫ്റ്റി ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് വരുന്ന മോഡലാണ്. ഇപ്പോൾ നമ്മൾ അതിൽ ഫ്ലെയിമാണല്ലോ വരിക, ചെറിയ രീതിയിൽ ഫ്ലെയിമാണ് വരിക, അതിൽ നിന്നാണ് ഹീറ്റ് വരിക. സോ നമ്മളിത് അടച്ചു വയ്ക്കുന്ന ടൈമിൽ നമ്മൾ ഗ്യാസ് ഫ്ലെയിം ഓഫായി പോയി ഗ്യാസ് വരുന്നത് നമ്മൾ അറിയുന്നില്ല, തുറന്ന് നോക്കുമ്പോഴാണ് അത് തന്നെ. അപ്പോൾ ആ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതിൽ തെർമൽ കട്ട് ഓഫും ഫ്ലെയിം ഫെയിലിയർ ഡിവൈസ് ആഡ് ചെയ്തിട്ടാണ് വരിക. സപ്പോസ് നമുക്ക് ഫ്ലെയിം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാസിന്റെ ഫ്ലോ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും. പിന്നെ നമുക്ക് ഐലൻഡ് കിച്ചൺ ഉണ്ട്. ഇത് ഇവിടുത്തെ സമ്മാന പൊതികളാണ് കേട്ടോ. നമുക്ക് ഓണം പ്രമാണിച്ച് നമ്മള് ഓണം പ്രമാണിച്ചിട്ട് ഓൾമോസ്റ്റ് എല്ലാ കോമ്പോസിന്റും കൂടെ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിന്റെ നമ്മുടെ ബ്രാൻഡിന്റെ തന്നെ പ്രൊഡക്ട്സ് ആണ് ഗിഫ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. വകയാണോ നമ്മുടെ ഷോപ്പിന്റെ ഇതിന്റെ വകയാണോ? ഇത് നമ്മൾ ഷോപ്പിന്റെ വകയായിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. കമ്പനിയുടെ ഒരു ഗിഫ്റ്റ് അങ്ങനെ ഒരു രീതിയിലല്ല, കമ്പനിയുടെ പ്രൊഡക്റ്റ് തന്നെയാണ് അത്. നമ്മൾ വേറൊരു പ്രൊഡക്റ്റ് വേറൊരു കമ്പനിയുടെ സാധനം കൊടുക്കുന്നതിനേക്കാളും നമ്മുടെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ. ഇപ്പോൾ ഇത് വരുന്നത് ഡിജിറ്റൽ എയർ ഫ്രയർ ആണ്. അതേപോലെ തന്നെ നമുക്ക് എഗ് ബോയിലർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിൽ കോഫി മേക്കർ വരുന്നുണ്ട്. കെറ്റിലല്ല, കോഫി മേക്കർ, ഡ്രിപ്പ് കോഫി മേക്കർ എന്നാണ് അതിന് പറയാം. ഫിൽറ്ററൊക്കെ ഉള്ള കോഫി മേക്കർ, അത് തന്നെ ആ കോഫി മേക്കർ. അങ്ങനെ 3 നല്ല ഒരു 2500 തുടങ്ങി കോസ്റ്റ് വരാവുന്ന പ്രോഡക്ട്സ് ആണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓൺലൈനിൽ എല്ലാത്തിനും ഒരു നമ്മളിപ്പോൾ റെഫറൻസ് എടുക്കുമല്ലോ, നമ്മൾ എന്ത് കാര്യങ്ങൾ നോക്കുമ്പോൾ ഓൺലൈനിൽ എല്ലാവരും ഇപ്പോൾ റെഫറൻസ് എടുക്കുന്നുണ്ട്. ഈ വിത്ത് മോഡൽ നമ്പർ അതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺലൈനിൽ നിന്ന് കാണുന്നതിനേക്കാളും ഒരുപാട് പ്രൈസ് ഡിഫറൻസിലായിരിക്കും നമ്മൾ കോംബോ പ്രൈസ് സെറ്റ് ചെയ്തിരിക്കണേ. അതിലൊരു ഗിഫ്റ്റും കൂടി നമ്മൾ നല്ല വെർത്തായിട്ടുള്ള ഒരു ഗിഫ്റ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഓണത്തെ സമയത്തൊക്കെ എല്ലാവരും പുതിയ വീട് വെച്ചിട്ട് താമസിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ഒരു ഗിഫ്റ്റും ഉണ്ടെന്നാണ് പറയുന്നത്, ഓണത്തിൻ്റെ ഗിഫ്റ്റും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു വട്ടെങ്കിലും നിങ്ങൾ ഷോപ്പിൽ വന്നിട്ട് ജസ്റ്റ് ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സബേട്ടൻ പറയുന്നത് ഒരുപാട് വില ഡിഫറൻസ് വരുന്നുണ്ടെന്നാണ്. നമ്മൾ വീട്ടിൽ പോകണ്ടേ അല്ലെങ്കിൽ ആ ഷോറൂമിൽ പോകണ്ടേ എന്നൊക്കെ വിചാരിച്ച് വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ ഈ വാറണ്ടി അതുപോലെയുള്ള സർവീസ് കാര്യങ്ങളിൽ ഡിലേ വരുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രൊഡക്റ്റിലും പൈസയിലും നമ്മൾ വഞ്ചിക്കപ്പെടും. അപ്പോൾ നമ്മുടെ ഷോറൂമിൽ വന്ന് പ്രൊഡക്റ്റ് തൊട്ട് കണ്ടറിഞ്ഞ് അത് വേറെ ഫീലാണല്ലേ. നമ്മളിങ്ങനെയുള്ള ഡയറക്റ്റ് ഷോറൂംസ് തുടങ്ങണതിൻ്റെ ഒരു എക്സ്പീരിയൻസ് സ്റ്റോറായിട്ടാണ് ഇത്
നടക്കുന്നത്. നമുക്ക് ഇവിടെ കസ്റ്റമേഴ്സിന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എൻ്റയർ ആയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും നമ്മളിവിടെ അവൈലബിൾ ആണ്. അത് നമുക്ക് ടച്ച് ആൻഡ് ഫീലിൽ വരുമ്പോഴാണ് അത് എന്താണ് അതിൻ്റെ പ്ലസ് മൈനസ്. ഇപ്പോൾ ഫുൾ ബ്രാസ് എന്നുള്ള ഒരു ബർണർ നമ്മൾ കേട്ടിട്ടുണ്ടാവാം. എന്താണെന്ന് അറിയുന്നത് അതിൻ്റെ ഡിഫറൻസ് നമ്മൾ നേരത്തെ കണ്ടോണം അതിൻ്റെ 2 സ്പ്രെഡർ പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അത് വെർത്താണെന്നുള്ളത് നമുക്കത് മനസ്സിലാവും. അപ്പോൾ അത് എത്രയോ നാൾ ഉപയോഗിക്കേണ്ടത്, എത്രയോ വർഷങ്ങൾ ഉപയോഗിക്കണം. അപ്പൊ മനസ്സിനറിഞ്ഞ് ആസ്വദിച്ച് എടുക്കണ്ടേ. അപ്പൊ ഇത് നമ്മുടെ ഐലൻഡ് കിച്ചൺ ആണ്, ഐലൻഡ് ചിമ്മിനിയാണ്. ഇതാണ് ഇതിൽ നമുക്ക് ഒരു 1250 സെക്ഷനിലാണ് ഇപ്പം നിലവിലുള്ള മോഡൽ വരുന്നത്. ഇനി നമുക്ക് അതിൽ 1600 വരെ വിത്ത് BLDC ഓട്ടോ ക്ലീനുള്ള മോഡൽ എല്ലാം ഇപ്പം നമുക്ക് അവൈലബിൾ ആയി തുടങ്ങി. ഇതിൽ ഇപ്പം നിലവിൽ നമുക്കുള്ള മോഡൽ 1 സൈഡിൽ നിന്നാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക. ശരിക്കും ഐലൻഡ് ചിമ്മിനി എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ ഇങ്ങനെ നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇതിലാണല്ലോ. നമ്മൾ അപ്പുറത്തോടെ വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന സെഗ്മെൻറ്റിലെല്ലാം നമുക്കത് ഓൾറെഡി നമ്മുടെ പ്രൊഡക്ട്സ് വന്നു, 2 സൈഡിൽ നിന്നും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അതിന് സെക്ഷൻ കൂടുതലാണ് വരിക. അത് BLDC മോട്ടറിൽ അവൈലബിൾ ആണ്. 1500 1600 സെക്ഷനിൽ വരെ അവൈലബിൾ ആണ്. ഈ ഫിൽറ്റർ നമ്മൾ എടുത്തിട്ട് മാനുവലി ക്ലീൻ ചെയ്യണമായിരുന്നു. ഇപ്പോഴായാലും ഇങ്ങനെ മോഡലിൽ വരുന്നതെന്ന് വെച്ചാൽ ഈ ഫിൽറ്റർ ഇത് SS-ൻ്റെ ഫിൽറ്ററാണ്, ബാഫിൾ ഫിൽറ്ററാണ്, ലാസ്റ്റ് ചെയ്യുന്ന ഫിൽറ്ററാണ് ഇത്. പക്ഷേ നമ്മൾ ക്ലീനിങ്ങിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിനെ എടുത്തിട്ട് സോക്ക് ചെയ്ത് വാഷ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക. ഓട്ടോ ക്ലീനിൽ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിംഗിൾ ടച്ചിൽ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാവുന്ന രീതിയിൽ, ഇപ്പോൾ ഓയിലിൻ്റെ ഡ്രോപ്പ് എന്തെങ്കിലും വരുന്നതിന് ജസ്റ്റ് വൈപ്പ് ചെയ്ത് ക്ലിയർ ചെയ്യാവുന്ന രീതിയിൽ ഓട്ടോ ക്ലീൻ സീരീസിലും ഇപ്പം നമുക്ക് ഐലൻഡ് ചിമ്മിനീസ് അവൈലബിൾ ആണ്. നമ്മൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ സാധനങ്ങളുണ്ടല്ലോ, ഇതെല്ലാം നമ്മൾ വിൽക്കുന്ന പ്രോഡക്ട്സ് ആണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് അല്ല. ഇപ്പം ഇതൊരു ഫ്രയറാണ്. ഇത് നമ്മുടെ സ്റ്റാർട്ടിങ് റേഞ്ചിൽ വരുന്ന ഒരു മിനി ഫ്രയറാണ്, ഡിജിറ്റൽ അല്ലാത്ത ഫ്രയറാണ്. അതിനേക്കാളും നമ്മൾ ഡിജിറ്റൽ ഫ്രയറാണ് നേരത്തെ കാണിച്ചത്. നമ്മൾ എല്ലാ സാധനങ്ങളും ഇവിടെ സെയിൽ ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ്. അതും കെറ്റിൽസ് ഉണ്ട്, കമ്പനിയുടെ തന്നെ പ്രൊഡക്ട്സ് ആണ് നമ്മൾ അതിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത് അതാണ്. ഇത് നമ്മുടെ ജ്യൂസർ, ഇത് കോൾഡ് പ്രസ് സ്ലോ ജ്യൂസർ എന്നാണ് പറയാ. ഇതിൽ നമ്മൾ കറക്റ്റ് പൾപ്പ്, ഇപ്പോൾ ഫുൾ ആപ്പിൾ കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് അതിൻ്റെ പൾപ്പ് എന്താണോ അത് മാത്രം കിട്ടുന്ന രീതിയിൽ വരുന്ന ഒരു അതായത് സ്ലോ ജ്യൂസറാണ് വരിക. സ്മോൾ അപ്ലയൻസ് സെഗ്മെന്റിൽ എല്ലാ എൻ്റെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. ഇവിടെ എഗ് ബോയിലർ ഉണ്ട്. എഗ് ബോയിലർ ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത്, നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ. അത് ഇതിലൊരു ബട്ടൺ വരുന്നുണ്ട്. ഇതിൽ ശരിക്കും നമ്മൾ കപ്പ് വെക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് തന്നെ ആ ഗ്രാവിറ്റിയുടെ ഇതിൽ അത് സ്റ്റാർട്ട് ആയിക്കോളും. നമ്മൾ ആ ഹീറ്റ് വെക്കുന്നതിനെ ഒരു കീപ്പ് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. ആ ഹീറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യും. ഇലക്ട്രിക് ആണോ? ഇലക്ട്രിക് കണക്ഷൻ ആണ്. അപ്പോൾ ഒരുവിധം എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ട്. ഈ പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഓണത്തിന് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. 25ാമത്തെ വാർഷികം, 25 വർഷം നമ്മുടെ പിന്നേട്ടന്റെ ഭാഗമായിട്ടുള്ള ഓഫറും കാര്യങ്ങളും നമുക്കുണ്ട്. എല്ലാ ഇതിലുള്ള എല്ലാ ഷോറൂമിലും ഇല്ലേ? നമ്മുടെ ഗ്ലെനിന്റെ ഡയറക്റ്റ് ഷോറൂമിൽ എല്ലാ ഷോറൂമിലും നമുക്ക് അവൈലബിൾ ആണ്. കാലിക്കറ്റ് തൊണ്ടയാട് ബൈപ്പാസിൽ നമുക്കൊരു ഷോറൂമുണ്ട്, അങ്കമാലിൽ നമ്മുടെ ഷോറൂമുണ്ട്, തിരുവല്ലയിലുണ്ട്, പാലയിലുണ്ട്, പിന്നെ നമ്മൾ വെണ്ണലയിലുണ്ട്, കൊച്ചിയിലെ ഷോറൂമുണ്ട്. എല്ലാ ഷോറൂമുകളിലും ഈ എല്ലാ ഓഫേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഈ 25 കോമ്പോസും എല്ലാ ഷോറൂംസിലും നമ്മൾ അവൈലബിലിറ്റി ഉണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹൗസ് വാമിംഗ് വരുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിലും ഇപ്പോൾ ജസ്റ്റ് ബുക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ റേഞ്ചിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രോഡക്റ്റ്. എന്താണോ ഓൺ ഓഫർ അതെല്ലാം നമ്മൾ ഇത് ചെയ്തിട്ടായിരിക്കും ബുക്കിങ്ങിനായാലും നമ്മൾ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ എല്ലാ കടയുടെ ലൊക്കേഷനും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ട് പൂർണ്ണമായിട്ടും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഗ്ലെനിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾ തുടർച്ചയായിട്ട് ഇത് അടിപൊളിയാണോ ശ്രീ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഇവിടെ വെണ്ണലയിൽ തുടങ്ങുമ്പോൾ ഈ ഒരു ഷോറൂമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വീട്ടിൽ കയറി താമസിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ്, അടുപ്പും ചിമ്മിനും ഒന്നും നിങ്ങൾ ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഷോപ്പിലേക്ക് ഞാൻ ഇവിടെ താഴത്തെ നമ്പർ കൊടുക്കാം, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി കാണിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് വിളിച്ചാൽ മതി, നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യും, തിരിച്ച് വിളിക്കും. ആ വാട്സപ്പ് വഴി നിങ്ങൾക്ക് ഇനിയിപ്പോൾ വരാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് വഴി നമുക്ക് പ്രൊഡക്റ്റൊക്കെ അവർ അയച്ചു തരും. എന്നാലും ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യും വന്ന് കണ്ട് എടുക്കുന്നതായിരിക്കും അടിപൊളിന്ന്. എന്തായാലും കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടല്ലോ ഷോറൂമുകൾ. അപ്പോൾ ഓണത്തിൻ്റെ ഓഫറിൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ. നമ്മൾ നമ്മുടെ കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവാണ് കേട്ടോ. ഭാഗ്യം തന്നെ ഒരു ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു. കടയിൽ പണികൾ നടക്കുന്നുണ്ട്. കട ഒന്നും കൂടെ വിപുലീകരിക്കുക, ഓണായിട്ട് വലുതാക്കുക. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ദിവസത്തെ പണിയാണെന്ന്. അപ്പോൾ അവിടെ അടുത്ത് എന്തായാലും ആൾ വേണം, അല്ലെങ്കിൽ കുറേ പണികളൊക്കെ അവിടെ ഇവിടെയൊക്കെ എടുക്കും. അപ്പോൾ ഇവരോടൊന്ന് ബസ്സിന് പോകാനാണ് തീരുമാനം. ഞങ്ങൾ പണ്ടാട്ട ബസ്സിന് പോകാൻ ഭാഗ്യം കൊണ്ടാക്കിയാരാന്ന് പറഞ്ഞു. ഞാനും ചേച്ചിയും കൂടിയാണ് പോണത്.
അപ്പൊ ഞങ്ങളിങ്ങനെ കുറച്ച് പർച്ചേസിങ് ഉണ്ട്, ചവിട്ടി സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് ചേച്ചിക്ക്. അപ്പൊ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങുകയാണ്. കട അത് ഒല്ലൂരാണ്. ഭാഗ്യം അങ്ങനെ നെസ്റ്റോയിൽ കൊണ്ടുവിടാൻ നിന്നില്ല, നമ്മൾ ഒല്ലൂർ കൊണ്ടുവിട്ടു. അവിടെ നിന്ന് ബസ്സിലാണ് നമ്മൾ നെസ്റ്റോയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് കുറേ പർച്ചേസിങ് ഉണ്ടായിരുന്നു. ഒരു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മേടിക്കുക എന്നുള്ളൊരു പ്രൊസീജിയർ ഉണ്ടല്ലോ, അത് നമ്മൾ ഫോളോ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ശ്രീകുട്ടനും കുഞ്ഞിനെയും ഒക്കെ സ്കൂളിലാക്കിയിട്ട് ഞങ്ങൾ രണ്ടാളും തനിച്ച് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. പുട്ടുപൊടി തൊട്ട് എന്താ പറയുക, അരി, കടല, പരിപ്പ്, പയറി വക സംഭവങ്ങളൊക്കെ നമുക്ക് മേടിക്കാനുണ്ടായിരുന്നു. ചേച്ചി ഇങ്ങനെ ഓരോന്നും വാരി കൂട്ടി ഇങ്ങനെ മേടിച്ചിടുമ്പോഴേ എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു കുളിർമയും സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ. പൊതുവേ ഞങ്ങളെല്ലാവരും പൈസ ചിലവാക്കാൻ കുറച്ച് മടിയുള്ള ആൾക്കാരാണ്. അതിൽ വ്യത്യസ്തനായിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് ഭാഗ്യനാണ് കേട്ടോ. ഭാഗ്യം പറയും ലൈഫ് ഒന്നേ ഉള്ളൂ, നമ്മൾ അത്യാവശ്യം എൻജോയ് ചെയ്ത് ജീവിക്കണം, ഇതൊന്നും നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ട് ആളാണ് കുറേ കാര്യങ്ങൾ ഞങ്ങളെല്ലാവരും പഠിപ്പിച്ച് മാറ്റിയെടുത്തത് കേട്ടോ. അവിടെ ഒരുപാട് സംഭവങ്ങൾ പുതിയതും പഴയതും ഒക്കെ ആയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാം കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടേക്ക് വന്നത്. പക്ഷെ പലതും കിട്ടിയില്ല കേട്ടോ. എങ്കിലും ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി, സന്തോഷം ഉണ്ടായിരുന്നു. ഓണായാറുണ്ടാവും ക്രിസ്മസ് ട്രീ. ഈ നെസ്റ്റോളിരിക്കുന്ന സാധനങ്ങൾ കാണുമ്പോൾ അനുഭൂതി സന്തോഷമല്ല കേട്ടോ ഉദ്ദേശിച്ചത്. എൻ്റെ ചേച്ചി അതിങ്ങനെ മേടിക്കുമ്പോൾ, നമ്മുടെ ചേച്ചി അതിങ്ങനെ മേടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിന് പുതിയ വീട്ടിലിങ്ങനെ ഒരുക്കി വെക്കുന്നത്, മടക്കളയും ആ ഒരു പഴയ വീട്ടിൽ നിന്ന്, അതെല്ലാവരും ഒരു സ്വപ്നമല്ലേ. അപ്പോൾ വീട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എത്രയും പെട്ടെന്ന് നല്ലൊരു വീടുണ്ടാവട്ടെ എന്ന് മനസ്സിൻ്റെ ആ അടിത്തട്ടിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കണം കേട്ടോ. അതിൻ്റെ സന്തോഷം നമ്മൾ ഇങ്ങനെ രുചിച്ചറിഞ്ഞ കാരണം കൊണ്ട് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ടടാ. ഇപ്പം എടുത്തത് നോക്കട്ടെ, അതിൻ്റെ വൈറ്റാ ഭംഗി. പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ വൈറ്റിനേക്കാളും ഭംഗിയുണ്ടാവുക ബ്ലാക്കാണ്. ആഷ് നല്ല ഭംഗിയുണ്ട്, മാർബിൾ പോലെ അല്ലേ. ഒരുപാട് വെറൈറ്റി പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഓഫറുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അങ്ങനെ എല്ലാം വാങ്ങിക്കാനുള്ള ഒരു മൂഡും ഉണ്ടായില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. നമ്മൾ ഭയങ്കര മിനിമലായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒന്നിനും ഒരു കുറവില്ല നമുക്ക്, എന്നാൽ ഒന്നും ആർഭാടായിട്ടില്ല. അങ്ങനെയുള്ളൊരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും അങ്ങനെ ആയിരിക്കില്ലേ, അത് ശ്രീ മാത്രമൊന്നുമല്ല, ഞങ്ങളും അങ്ങനെ തന്നെയാണെന്ന് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ പിന്നെ നമ്മൾ മുന്നേ മേടിച്ചുല്ലോ, നമ്മൾ അവിടെ കേരള ഗിഫ്റ്റ് ഹൗസിൽ നിന്ന് കുറേ സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇല്ലാത്ത കുറച്ച് അൽത്തുകുലത്തെ സാധനങ്ങളാണ് നമ്മൾ മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞു ഗ്ലാസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗ്ലാസ് നമ്മൾ മേടിച്ചു. അങ്ങനെ പാത്രങ്ങളും പ്ലേറ്റുകളും ഒക്കെ നമ്മുടെ വീട്ടിൽ പ്രസൻറ്റേഷൻ കിട്ടിയ 1-2 സെറ്റുകളുണ്ട്, അത് ഞാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമില്ലാത്തതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ തിരഞ്ഞു നടന്നു, കണ്ടും നടന്നു, ആസ്വദിച്ചും നടന്നു കേട്ടോ. നടുവിലത്തെ തുറന്ന് ചോറും കറികൾ തന്നെ അതാണ് മേടിക്കണം. നമ്മുടെ വീട്ടിൽ എത്രയധികം കറികൾ എന്നും ഉണ്ടാവണം, കാരണം ഉണ്ട്. എത്ര ഉണ്ടെങ്കിലും ഈ പാത്രങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ. പക്ഷെ വിലയാണ് നമ്മളെ പേടിപ്പിക്കാതെ. കണ്ട ഇതിന്റെ വില എന്ന് പറയുന്നത് 900 രൂപയും കണ്ടാണ് അത്ര. പിന്നെ ഈ കുട്ടി കുട്ടി സംഭവങ്ങൾ ഒത്തിരി ഇഷ്ടമാണ്. ഓൾറെഡി നമുക്ക് പ്രൊമോഷൻ വന്നൊരു അടുപ്പ് വീട്ടിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈറ്ററും അതുപോലെ തന്നെ അരിപ്പ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചേച്ചി കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഈ പാത്രത്തിന്റെ കണക്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാണാനൊക്കെ വേണ്ടി. 119 രൂപയുള്ളതാണ് പണ്ട് ജയിലേ പോയിന്റെ സിനിമയില്, സതയ സിനിമയില്. ചില പാത്രങ്ങൾ ഓൺലൈനിൽ നമുക്ക് നല്ല വില ഡിഫറൻസ് കാണും കേട്ടോ. നെസ്റ്റോയിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഓൺലൈനിൽ വില കുറവാണ്. ചില പാത്രങ്ങൾ ഇവിടെയാണ് വില കുറവുള്ളതായിട്ട് തോന്നിയത്. മെയിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ചവിട്ടി ഐറ്റംസ് ആയിരുന്നു. നമ്മൾ വിചാരിച്ച ചവിട്ടി ഐറ്റംസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്കത് ഫഹദ് ഫാസിലിൻ്റെ കടയിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെല്ലാം പറക്കി കൂട്ടി ഒരു ഓട്ടോയിലാണ് തിരിച്ച് ഒല്ലൂർക്ക് പോകുന്നത് കേട്ടോ. ബാക്കിലെല്ലാം ഉണ്ടായിരുന്നു. ആ ഓട്ടോ ചേട്ടൻ നല്ല കമ്പനി, മീൻസ് നമ്മൾ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യാത്ത, എന്നാൽ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ മെൻറ്റാലിറ്റി ഉള്ള ഒരു ചേട്ടനായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാ ആ വീടിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏട്ടായിൻ്റെ ചേട്ടന്മാരൊക്കെ നല്ല തകർത്ത പണിയിലാട്ടാ. ഞങ്ങൾ വരുമ്പോഴേക്കും പണിയൊക്കെ കഴിയുമെന്ന് പറഞ്ഞതാ, പക്ഷെ ഒന്നും കഴിഞ്ഞില്ല. നമുക്ക് കുറച്ചൊക്കെ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ആ സമയത്ത് ആകെ ഗഡുപടാവും. ലൈറ്റുകൾ ഇട്ടു, ഗ്രില്ല് വെച്ചു, വാതിൽ വെച്ചത് കണ്ടില്ലേ നിങ്ങൾ. നമ്മൾ വരുമ്പോഴേക്കും പരിപാടികളൊക്കെ ഒരുവിധം കഴിയുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വീട് പണിയുടെ അവസാനം ഇങ്ങനെയായിരിക്കുമല്ലേ, ആകെ കൂടി ഒരു എന്താ പറയുക, ഒരു ഗുസ്തി ആയിരിക്കും പണിക്കാരും നമ്മളൊക്കെ തമ്മിൽ. അവിടെ പെയിൻറ് പണി, മറ്റേ പണി, മറിച്ച പണി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കബോർഡ് വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു ചെടിച്ചട്ടി കടയിൽ വന്നു. അവിടെ നമുക്ക് വേണ്ടതൊന്നും കിട്ടിയില്ല. അപ്പം നമ്മൾ തിരിച്ചു പോയിട്ടോ. ചേച്ചിയന്മാരെ എത്രയായി ശ്രീകുട്ട? നീ ഞങ്ങൾക്ക് ശ്രീകുട്ടനെ വഴിയിൽ നിന്ന് കിട്ടിയതാട്ടാ. ചീച്ചൂട്ടൻ്റെ ചേച്ചിയമ്മ. എനിക്ക് തോന്നാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചീച്ചൂട്ടൻ്റെ അമ്മേനേക്കാൾ ഇഷ്ടം ചേച്ചിയമ്മോടാണോ. അവൻ ചേച്ചിയമ്മയായിട്ട് ഭയങ്കര കമ്പനി. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ വീട്? പുറത്തുനിന്ന് കാണാനൊക്കെ ആയിട്ട് കൊള്ളാം അല്ലേ? നമ്മുടെ പഴയ വീടും ഈ വീടും നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഭയങ്കര സന്തോഷം തോന്നണില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നറിയാം ആ സന്തോഷം. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ കേട്ടോ. മെയിൻ കിച്ചൺ ഉണ്ട്. ഞാൻ പറയൂ, ഹോം ടൂർ ആകുമ്പോൾ ഫുൾ വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു.
ഇപ്പൊ മെയിൻ കിച്ചണില് നമ്മൾ അടുപ്പ് ഫിറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഇവിടെയാണ് നമ്മുടെ വർക്ക് ഏരിയ, ഇതാണ് വർക്ക് ഏരിയ. ഇവിടെ തൊട്ട് അച്ഛൻ വരെ വീടിന്റെ മൊത്തം ലെങ്ത്തിൽ നമുക്ക് വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ചേട്ടന്മാരുടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, ഓരോന്നും ഓരോ വശം ഒതുക്കി വരിക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് എല്ലാം കഴിഞ്ഞിട്ടില്ല. പിന്നെ നമുക്കിത് തിരക്കുള്ളത് കൊണ്ടേ അപ്പൊ നമ്മൾ ഒരേ വശം ഒതുക്കി വരികയാണ്. അപ്പൊ അത് ഇവിടെ കാകാല പോലെ ആയിട്ട് കിടക്കാൻ വേണ്ടി ആവശ്യം വേണ്ട ഉപ്പും മുളകും ഒക്കെ കുറച്ചുള്ളത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. കാരണം ഇവിടുന്ന് പോയിട്ട് മോള് പോയിട്ട് 5-6 മാസമായില്ലേ, 6 മാസമായാലും നീ ഫെബ്രുവരിയിൽ പോയതാ. ആ സമയമായി. അപ്പോഴാണ് പിന്നെ വേണ്ട തിരിച്ച് നമ്മൾ ഈ കുക്കിംഗ് എന്നൊരു ദൗത്യം നമ്മുടെ വീട്ടിൽ ഉദ്യമം നടത്താൻ വേണ്ടിട്ട് വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാനാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നത്. ഒരുവിധം സാധനങ്ങളൊക്കെ മേടിച്ചു. എല്ലാ സാധനങ്ങളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം നമ്മൾ മേടിച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും കാരണമുണ്ട് നമ്മുടെ ഈ വീട്ടിലേക്ക് സത്യം പറഞ്ഞ എല്ലാം നമ്മൾ മേടിച്ചു. അത് നമ്മുടെ തലൂർത്ത് വീട് അങ്ങനെയാണല്ലോ. നമ്മള് വേണ്ട വേണ്ടാന്ന് അത് പിന്നെ ആവാമെന്ന് വെക്കുന്നവർ പിന്നെ എന്തൊക്കെയോ ഒരു ഭാഗ്യം കൊണ്ട് അതവിടെ എത്തി. ഇവിടെ അങ്ങനെ തന്നെ അല്ലേ എല്ലാ ഉപലവും ഇല്ലാത്തതുണ്ടാവും. എല്ലാവരും എന്താ പറയാ അവരുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് 6 മാസം കൊണ്ട് നമ്മൾ വീട് ഇങ്ങനെ കാണുന്ന രീതിയിലേക്ക് ഈ കിച്ചൺ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. നമുക്കൊന്ന് പെയിന്റ് ഒക്കെ കളഞ്ഞിട്ടേ ഇവിടെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കാന്ന് വിചാരിച്ചു. ഇവിടെ നമ്മൾ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ റെഫറൻസ് എടുത്തതാണ്. നമ്മുടെ കിച്ചണിലത്തെ റെഫറൻസ് ചേച്ചി കുറച്ചും കൂടി വലുതായിട്ട് എടുത്തു. അതുപോലെ പിന്നെ നമ്മുടെ കബോർഡ് വർക്കും കാര്യങ്ങളൊന്നും ചെയ്യണില്ല. വളരെ മിനിമലായിട്ടുള്ള രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. എല്ലാം നമുക്കുണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വളരെ ഇതിലാണ് കേട്ടാ, ചെറിയ ഇതിലാണ് നമ്മൾ അതിൽ തൃപ്തരാണ്. അതാണ് എല്ലാം ഉണ്ട് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് തന്നെ. ഒന്നും ആർഭാടായിട്ട് ചെയ്തിട്ടില്ല. നമ്മുടെ ആവശ്യത്തിന് നല്ല കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ വീടുകൊണ്ടിരിക്കുന്നത്. അത് കാരണം നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് അതിൽ. ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് ഇവിടെ വയ്യാണ്ടിരിക്കുകയാണെന്ന്. നമ്മുടെ അമ്മയ്ക്കല്ല, ഇവിടെ കൊച്ചമ്മണി എന്നാണ് അമ്മയുടെ പേര്. അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ എന്നെ കൊണ്ടുവരലാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഇപ്പോൾ ഒരു ദൗത്യമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം പെട്ടെന്ന് തന്നെ നമ്മൾ പരിപാടികളൊക്കെ കഴിച്ച് കയറാൻ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇങ്ങനെ വൃത്തിയാക്കലും ഒതുക്കലും പറക്കലും പിന്നെ അവസാന ഘട്ടപ്പണികളൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പോഴേ കുപ്പികള് നമ്മൾ ഇങ്ങനത്തെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അധികം ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നോർന്നെ. പക്ഷെ നല്ല കുപ്പികളാണ് എനിക്കിഷ്ടായി. നമ്മള് പാത്രത്തിന്റെ പ്ലാസ്റ്റിക് പൊളിച്ചു നോക്കിയപ്പോഴേ ഭയങ്കര ഭംഗി കുപ്പിക്ക് നല്ലൊരു ഫിനിഷ്. അപ്പൊ അധികം ഇല്ലത് കണ്ട ചില്ല് പോലെ തോന്നും ചെയ്യും. എന്നാ ചില്ലുമല്ല വീണാലൊന്നും കുഴപ്പം വരില്ല. അപ്പൊ അത് തികഞ്ഞില്ല. അപ്പൊ അത് തിരുമുടി മേടിച്ചിട്ടാവാന്ന് വിചാരിച്ചു. അപ്പൊ അത് അടുത്ത വീഡിയോയിൽ കാണിക്കാട്ടോ. തീരുമാനത്തിലെത്തിയിട്ടില്ല. അപ്പൊ ഏട്ടാ പറയുന്നത് ഇതന്നെ മേടിക്കാന്നാണ് പറയുന്നത്. ഞങ്ങള് 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ഉള്ള എല്ലാ കാര്യങ്ങളും അല്ലേട്ടാ. കൊണ്ട് ഇത് മേടിക്കണോ ഇനി തൃശ്ശൂർ പോകുമ്പോ അല്ലെങ്കിൽ ഓൺലൈൻ ഓർഡർ ചെയ്യണോ എന്നൊക്കെയുള്ള തരത്തിൽ ഞങ്ങൾ ഇവിടെ ഇന്നത്തെ ബ്ലോഗ് അവസാനിക്കുകയാണ്. അപ്പൊ അടുപ്പും കാര്യങ്ങളൊക്കെ പതുക്കെ ഓരോ വശത്തു നിന്നായിട്ടൊക്കെ എത്തൂട്ടോ. അപ്പൊ ഇനി കിച്ചൺ ഒന്നും കൂടെ ഒരുക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള കിച്ചൺ ആയിട്ട് വീണ്ടും വരും. അപ്പൊ അതുവരെയൊക്കെ എല്ലാവർക്കും അപ്പോൾ നമ്മുടെ വീട് ഒരുക്കുന്ന ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഇവിടെ ഇങ്ങനെ നിന്ന് നോക്കുന്ന ഒരു രൂപമൊന്നും ആയിരുന്നില്ല അല്ലേ പണ്ട്. ഒരുപാട് മാറ്റങ്ങളായി, ഒരുപാട് സന്തോഷമുണ്ട്. പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം ശ്രീജ.